ചെറിയ ബഹുമാനമല്ല. ഉസ്താദും ശിഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ചെറുതല്ല. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഞാൻ എന്റെ ബാപ്പന്റെ കൂടെ അല്ലാഹ് അവിടത്തേക്ക് നീ ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഒരു ദിവസം ബാപ്പന്റെ കൂടെ എവിടെയോ സിയാറത്തിന് പോയി, എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അവിടെ എത്തിയിട്ട് ഞാൻ എന്റെ ബാപ്പയും എന്റെ ഉസ്താദാണ്. ഞാൻ എന്റെ ബാപ്പന്റെ അടുക്കലാണ് ഓതിയത്. കൂടുതൽ ഈ ബാപ്പന്റെ അടുക്കൽ തന്നെയാണ് ഞാൻ എന്റെ ശിഷ്യത്വത്തിന് ചെലവഴിച്ചത്. ബാപ്പന്റെ കൂടെ ഒരു ദിവസം ഒരു സിയാറത്തിന് പോയപ്പോ ബാപ്പ കാറിൽ കയറിയത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പക്ഷെ പെട്ടെന്നാണ് ബാപ്പ കാറിൽ കയറിയത് ഞാൻ കണ്ടത്. ഓടിയിട്ട് ബാപ്പന്റെ കൂടെ വാഹനത്തിൽ കയറിയിട്ട് ഞാൻ ബാപ്പനോട് പറഞ്ഞു, എന്റെ ഉദയം മദ്രസയിൽ 1-ാം ക്ലാസ്സിൽ അല്ലെങ്കിലും 3-ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചൊരു ഉസ്താദിനെ എന്റെ ശ്രദ്ധയിൽ എവിടെപ്പെട്ടു, എനിക്കൊന്ന് സലാം പറയണമായിരുന്നു എന്ന് ഞാൻ എന്റെ ബാപ്പനോട് പറഞ്ഞപ്പോ ബാപ്പ എന്നോട് പറഞ്ഞു, നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? പോയിട്ട് കൈ കൊടുത്ത് പൊരുത്തം വാങ്ങാതെ നീ തിരിച്ചു വന്നത് മോശമായി പോയി. 1-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന ഉസ്താദ് നിനക്ക് ഫത്ഹുൽ മുഈൻ ഓതിത്തരുന്ന ഉസ്താദിനേക്കാൾ, നിനക്ക് ജലാലൈനി ഓതിത്തരുന്ന ഉസ്താദിനേക്കാൾ, നിനക്ക് സർവ്വ കിതാബും ഓതിത്തരുന്ന ഉസ്താദുമാരെക്കാൾ വലിയ മഹത്വമുള്ളവരാ. കാരണം ജലാലൈനി ഓതിത്തരുമ്പോ നിനക്ക് ഖുർആൻ ഓതുമ്പോ, അതുപോലെ ജലാലൈനിയിൽ ഓരോ ലഫ്ദുകൾ വായിക്കുമ്പോ, ഫത്ഹുൽ മുഈനിൽ ഓരോ ലഫ്ദുകൾ വായിക്കുമ്പോ അലിഫും ബാവും താവും കൂട്ടി എഴുതിയാൽ എന്ത് വായിക്കണം എന്ന് പഠിപ്പിച്ചു തന്ന ഉസ്താദ് അവരല്ലയോ, അവരാദരിച്ചേ മതിയാകൂ. ഇതെന്തിനാ ഞാൻ ഇവിടെ പറഞ്ഞത്? ചിലപ്പോൾ ഉസ്താദ് ശിഷ്യ എന്നൊക്കെ പറയുമ്പോ ചില ആളുകൾക്ക് തോന്നും ഇത് വെറും നമ്മളെ മദ്രസയിലെ നമ്മളെ പള്ളി ദർസിലെ കുട്ടികളോടും പള്ളി ദർസിലെ ഉസ്താദ്മാരോടുമാ പറയുന്നത്. മദ്രസയിലെ ഉസ്താദ് ഇല്ലാത്തൊരൊറ്റ ജനങ്ങൾ എന്റെ മജ്‌ലിസിലില്ലല്ലോ. മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദിനെ പരിചയമുണ്ടോ? അലിഫ് പഠിപ്പിച്ച ഉസ്താദിനെ അറിയുമോ? ബാഗ് പഠിപ്പിച്ച ഉസ്താദിനെ പരിചയമുണ്ടോ? എത്ര തന്നെ ഖിദ്മത്ത് ചെയ്തു കൊടുത്താൽ മതിയാകൂല. ആ ഉസ്താദിന് നിങ്ങൾ എന്ത് തന്നെ സമ്മാനം നൽകിയാലും അധികമായി പോകൂല. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നമ്മളെ മദ്രസയിൽ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന പാവപ്പെട്ട മുഅല്ലിമുകള് അവര് നമ്മൾ ചോദ്യം ചെയ്യപ്പെടാൻ, നമുക്ക് ചോദ്യം ചെയ്യാനും അല്ലാഹു തആല നിയോഗിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളാണെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. മദ്രസയിലെ ഉസ്താദുമാരെ എന്തും ചോദ്യം ചെയ്യാം, മദ്രസയിലെ ഉസ്താദുമാരുടെ എങ്ങനെയും സംസാരിക്കാം, അവരോട് എങ്ങനെയും ശകാരിക്കാം. പായാർത്ഥങ്ങൾ വരുമ്പോ കൈപിടിച്ച് മുത്തിയാ മതി, അതുപോലെ സയ്യിദന്മാര് വരുമ്പോ കൈപിടിച്ച് മുത്തിയാ മതി, ഉസ്താദുമാര് വരുമ്പോ അവരെ കൈപിടിച്ച് മുത്തിയാ മതി, പ്രസംഗിക്കാനറിയുന്ന മുസ്ലിയാരെ കൈപിടിച്ചാ മതി, ആലിമീങ്ങളെ കൈപിടിച്ചാ മതി. പള്ളിയിലെ മുഅദ്ദിനെയും മദ്രസയിലെ ഉസ്താദിനെയും തട്ടിക്കളയുന്നതിന് പ്രശ്നമില്ല എന്നൊരു ധാരണ മനസ്സിലുണ്ടോ? തിരുത്തി വെക്കണേ. നിങ്ങളെ മക്കൾക്ക് അലിഫും ബാവും താവും പഠിപ്പിച്ചു കൊടുത്ത പ്രിയപ്പെട്ട ഉസ്താദിനോട് നിങ്ങളുടെ മക്കൾക്ക് എത്രത്തോളം കടപ്പാടുണ്ട് എന്നറിയോ? അവരെ നിസ്കാരത്തിന് പോലും വലിയ കാരണക്കാരാണവര്. വയലിന് വന്ന മുസ്ലിയാരോ നിങ്ങൾ നിസ്കരിക്കണം എന്നവർ പ്രസംഗിക്കും. വയലിന് വന്ന മുസ്ലിയാർ നിങ്ങൾ നോമ്പെടുക്കണമെന്ന് പറയും. വയലിന് വന്ന മുസ്ലിയാർ സുന്നത്തെടുക്കണമെന്ന് പറയും. മുസ്ലിയാർ എങ്ങനെ നിസ്കരിക്കണമെന്ന് പറയാറില്ല, എങ്ങനെ സുജൂദ് ചെയ്യണമെന്ന് പഠിപ്പിക്കാറില്ല, സുജൂദ് ചെയ്യുമ്പോൾ കൈ എങ്ങനെ വെക്കണമെന്ന് കാണിച്ചു തരാറില്ല, റുക്കൂയിൽ എങ്ങനെ നിൽക്കണമെന്ന് കാണിച്ചു തരാറില്ല. എന്താ കാരണം? അതിനേക്കാൾ വലിയ ദറജയുള്ള പഠനം അതിനു വേണ്ടിയല്ലേ ഈ ബിൽഡിംഗ് തന്നെ നിർമ്മിച്ചു വെച്ചത്. ഇവിടെ എന്തൊക്കെ പതിയെ പണികൾ നടത്താൻ കഴിയും? ഇങ്ങനൊരു ബിൽഡിംഗ് ഉണ്ടായാൽ എത്ര വാടക കൊടുക്കാൻ പറ്റും? എത്ര മാസത്തിൽ അതേ വാടകയായിട്ട് സ്വീകരിക്കാൻ കഴിയും? അതൊന്നും വേണ്ടാന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനൊരു മദ്രസ സംവിധാനവും അങ്ങനെ ഒരു ഉസ്താദുമാരെയും ഉണ്ടാക്കി വെച്ചത് എന്തിനാ? നമ്മളെ അമലുകൾ സ്റ്റേജിൽ വന്ന് പഠിപ്പിച്ചാ വേണ്ടതുപോലെ ആകൂല, വേണ്ടതുപോലെ കാണിച്ചു തരാൻ കഴിയൂല. ഓരോരുത്തരെയും ശ്രദ്ധിച്ചിട്ട് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കണം. ആ നിനക്ക് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചിട്ട് ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഓ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ പഠിപ്പിച്ച് പറഞ്ഞേക്കുമ്പോ ആ ഉസ്താദ് ചെറിയവനാണെന്നൊരു ധാരണ മനസ്സിലുണ്ടാകരുത് കേട്ടോ. കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ കലണ്ടർ വരും. ആ ചെറിയ മുതഅല്ലിമീങ്ങൾ വരുമ്പോ അവരെ വെറുതെ ആക്കരുത്, എല്ലാവരും വാങ്ങണം ഓരോ കലണ്ടർ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
ആമീൻ പറയാൻ പൈസ വേണ്ടെന്ന് ഞാൻ എല്ലാ സദസ്സിലും പറഞ്ഞു നോക്കി, ഒരു മാറ്റവും കാണുന്നില്ലല്ലോ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറഞ്ഞാൽ വാങ്ങേണ്ടി വരുമെന്ന് പേടിച്ചിട്ടാ, അതുകൊണ്ട് തന്നെ ആമീൻ പറയാൻ പറഞ്ഞത്. നല്ല മനസ്സോടെ വാങ്ങണം. കുറ്റ്യാടി സിറാജുൽ ഹുദ എന്ന സ്ഥാപനം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടതില്ല. കാരണം ഇന്നും ഞാൻ നിങ്ങളുടെ നാട്ടിന്റെ പല പരിസരത്തുള്ള പലരെയും അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. എന്തിനാണ്? നേർച്ച പൈസ കൊണ്ട് വന്നതാണ്. അങ്ങനെ ഒരു ബർക്കത്ത് അല്ലാഹു സ്ഥാപനത്തിന് തന്നിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഇവിടുന്ന് സിറാജുൽ ഹുദയുടെ നേർച്ചയാക്കിയിട്ട് കുട്ടികളില്ലാത്ത ഒരാൾക്ക് കുട്ടിയുണ്ടായ സംഭവം പ്രസംഗത്തിൽ പറഞ്ഞു. തിരിച്ചു പോകുമ്പോ ഒരാള് നെറ്റിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ബാപ്പയും മോനും കൂടിയിട്ട് സിറാജുൽ ഹുദന്റെ നോട്ടീസ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? ഞാൻ അയാളോട് പറഞ്ഞു, അങ്ങനെ ഒരു നോട്ടീസിന്റെ ആവശ്യമൊന്നും സിറാജുൽ ഹുദക്കില്ല. കാരണം അല്ലാഹു വലിയ ബർക്കത്ത് സ്ഥാപനത്തിന് തന്നിട്ടുണ്ട്. അല്ലാഹു അത് നിലനിർത്തി തരട്ടെ. ബാപ്പക്ക് റബ്ബ് ദീർഘായുസ്സും ആഫിയത്തും നേടി കൊടുക്കട്ടെ. ആ സ്ഥാപനത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത്, മദ്രസയിൽ പോകാത്ത കാലത്ത് തന്നെ സിറാജുലൊക്കെ സംഭാവന കൊടുക്കുന്നവരായിരിക്കും നിങ്ങളുടെ സദസ്സിലുള്ളവർ പലരും. നിങ്ങളൊക്കെ നല്ല സംഭാവന കൊടുക്കുന്നവരാണ്, അത് നിർത്തിക്കളയരുതിനും കൊടുക്കണം. അല്ലാഹു നമുക്കൊക്കെ ഖൈറിന് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, മദ്രസയിലെ ഉസ്താദ് ചെറുതാണെന്ന് വിചാരിക്കരുത്. പറയുന്നതൊക്കെ വെറും പള്ളിയിലെ ഉസ്താദിനോട് ശിഷ്യന്മാരോടാണെന്ന് വിചാരിക്കരുത്. മദ്രസയിലെ ഉസ്താദുമാരോടും നല്ല അനുസരണ വേണം. ഏത് കാലത്ത് 1ാം ക്ലാസ് പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ അടുക്കൽ 1ാം ക്ലാസ്സിൽ ബെഞ്ചിന്റെ മേലെ ഇരിക്കുമ്പോൾ അനുസരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അത് പറയണ്ടില്ല. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് 2ാം ക്ലാസ്സിലെ ഉസ്താദിനെ പേടിച്ചിട്ട് അനുസരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിച്ച് അതല്ല +2 കഴിഞ്ഞു മദ്രസയിൽ. എന്നിട്ട് തിരിച്ചു പോയാലും 1ാം ക്ലാസ്സിൽ ഉസ്താദ് വിളിച്ചിട്ട് മോനെ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അയാൾക്കിപ്പോ എന്ത് വിലയാ? അയാളെക്കാളും വലിയ ഉസ്താദ്മാരത്തൊക്കെ ഞാൻ ഓതിയില്ലേ, അയാളോട് മിണ്ടാതിരിക്കാൻ പറയുന്ന ചിന്ത മനസ്സിലുണ്ടാകാനുള്ള വകുപ്പില്ല എന്നാണ് ഞാൻ പറഞ്ഞത്.